السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നീമ ബീസ പറഞ്ഞത് നീമ അതിൻ്റെ ഫായിൽ, അതിന് ശേഷം വരുന്ന ഇസ്മുൽ മഖ്സൂസ് ബിൽ മദ്ഹ്, ബീസ വരുമ്പോൾ ബീസ അതിന് ശേഷം വരുന്ന ഫായിൽ, അതിന് ശേഷം വരുന്ന അൽ ഇസ്മുൽ മഖ്സൂസ് ബിദ്ദമ്മ്, പിന്നെ അതിൻ്റെ ഫായിൽ കളഞ്ഞ് ഫായിലിനെ മുളുമറാക്കപ്പെടുക, അതുപോലെ തന്നെ ഫായിലിനെ മുളുമറാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ മഖ്സൂസ് ബിൽ മദ്ഹ് അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മിനെ കളഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ 1-2 വർക്കുകൾ നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തെ വർക്ക് നുക്കവിൻ സലാത്ത ജുമലിൽ നിയമ വെച്ചിട്ടൊരു 3 ഉദാഹരണങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾ 3 തരത്തിൽ എഴുതിയാൽ മതി. ഒന്ന് എന്തിട്ട്, ഒന്ന് സാധാരണ പോലെ തന്നെ ഫായിൽ, അതിന് ശേഷം ഇസ്മുൽ മഖ്സൂസ് ബിൽ മദ്ഹ്, പിന്നെ എന്ത് ചെയ്യുക, ഫായിലിനെ മുൾമറാക്കിയിട്ടൊരു ഉദാഹരണം, അതുപോലെ തന്നെ എന്തിനെ ഇസ്മുൽ മഖ്സൂസ് ബിൽ മദ്ഹിനെ കളഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം, അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സലാത്തല്ലി ബേസക്കും ഒരു 3 ഉദാഹരണം, അത് 3 തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അങ്ങനെ എഴുതാൻ പറ്റുന്നവർ അങ്ങനെ എഴുതുക. അതല്ല ഇനി നമുക്കൊരു 3 ഉദാഹരണം, ബേസക്കും 3 ഉദാഹരണം എഴുതുക. ഓക്കെ. മയ്യിസ് മിൻഹ അൽ മഖ്സൂസ് ബിൽ മദ്ഹ് വൽ മഖ്സൂസ ബിൽ ദമ്മ, ഏതൊക്കെയാണ് മഖ്സൂസും ബിൽ മദ്ഹ് മഖ്സൂസും ബിൽ ദമ്മ എന്ന് വേർതിരിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിയമക്കൊരു 3 ഉദാഹരണം, ബേസക്കൊരു 3 ഉദാഹരണം എഴുതുക. അത്ര ചെയ്താൽ മതി. പിന്നെ അടുത്തത് നെക്തഷിഫുൽ ഇജാബാത്ത് വൻ മത്തിൽ മഅഹ എന്ന പറഞ്ഞത്. എന്ത് ചെയ്യണം, ഇവിടുത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം, അതുപോലെ തന്നെ അതിലേക്ക് ഉദാഹരണങ്ങളും എഴുതണം. ഓക്കെ. മത്ത യജൂസു ഹദ്ഫുൽ മഖ്സൂസ് ബിൽ മദ്ഹ് അവിൽ ദമ്മ്, മഖ്സൂസും ബിൽ മദ്ഹ് അല്ലെങ്കിൽ മഖ്സൂസും ബിൽ ദമ്മ് ആയ ഇസ്മിനെ എപ്പോഴാണ് കളയൽ ജായിസ് ആകുന്നത്? അപ്പോൾ നമ്മൾ പുസ്തകത്തിലുണ്ടല്ലോ അതിന് ഉത്തരം യജൂസു ഐലൻ ഹദ്ഫുൽ മഖ്സൂസ് ബിൽ മദ്ഹ് ഇദാ കാന ഫിൽ കലാമി മാ യദുല്ലു അലൈഹി. അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതാം? യജൂസു ഹദ്ഫുൽ മഖ്സൂസ് ബിൽ മദ്ഹി അവിൽ ദമ്മി ഇദാ കാന ഫിൽ കലാമി മാ യദുല്ലു അലൈഹി എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് അതിന് ഉദാഹരണം എഴുതണം, 2 ഉദാഹരണം എഴുതണം. ഇതിൽ നെയ്മ വെച്ച് എന്തിന് ഇസ്മുൽ മഖ്സൂസിനെ കളഞ്ഞതിന് ഉദാഹരണം, അതുപോലെ തന്നെ നെയ്മ വെച്ചിട്ടൊരു ഉദാഹരണം, അതിൽ ഇസ്മുൽ മഖ്സൂസ് കളയപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം, ബേസ് വെച്ചിട്ടും ഒരു ഉദാഹരണം, അതിലും ഇസ്മുൽ മഖ്സൂസ് കളയപ്പെട്ടിരിക്കണം. കളയപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാമിൽ എന്തുണ്ടായിരിക്കണം, അതിൻ്റെ മേലെ അറിയിക്കുന്നത്, മുമ്പ് പറഞ്ഞ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവണം. അപ്പോൾ ആദ്യൊരു കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് അതിനെ പറ്റി എഴുതുക. അപ്പോൾ എന്ത് ദഹബ അല്ലെങ്കിൽ സാറ സുർത്തു സ്വദീഖല്ലി, ഞാൻ എൻ്റെ സുഹൃത്തിനെ സന്ദർശിച്ചു എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ എഴുതുക നിഅമ സ്വദീഖ്, അവൻ എത്ര നല്ല സുഹൃത്താണ്. അങ്ങനെയൊക്കെ എന്ത് ആ കലാമിൽ എന്തുണ്ടായിരിക്കണം, മുമ്പത്തെ സംഭവത്തെ അറിയിക്കുന്നതുണ്ടായിരിക്കണം. അപ്പോൾ നിയമക്കും ബീസക്കും അങ്ങനെ ഇസ്മുൽ മഖ്സൂസ് ബിൽ മദ്ഹിനെ കളഞ്ഞു പോകുന്ന രൂപത്തിൽ ഒരു ഉദാഹരണം എഴുതട്ടോ. പിന്നെ ബീസക്കും ഒരു ഉദാഹരണം എഴുതുക. എന്തായിരിക്കണം, അതിൽ ഇസ്മുൽ മഖ്സൂസ് കളയപ്പെട്ടിരിക്കണം എന്നർത്ഥം. അതുപോലെ രണ്ടാമത്തെ ചോദ്യം മൽ ഫഇലുല്ലദി യജ്രി മജ്റ ബിഇസ, ബിഇസയുടെ സ്ഥലത്ത് വരുന്ന മറ്റൊരു ഫെയിൽ ഏതാണ്? അത് നമ്മൾ പാടത്ത് പറഞ്ഞിട്ടുണ്ട്. യജ്രി സാ മജ്റ ബിഇസ, സാ ബിഇസയെ പോലെ വരും. അപ്പോൾ അതിനും ഒരു ഉദാഹരണം എഴുതിട്ടോ. പിന്നെ മൽ ഫഇലുല്ലദി യജ്രി മജ്റ നിഅമ, നിഅമയുടെ സ്ഥലത്ത് വരുന്ന ഫീൽ ഏത് പകരം വരുന്നത്? അപ്പോൾ യജ്രി ഹബ്ബദ മജ്റ നിഅമ, അതിനും ഒരു ഉദാഹരണം നിങ്ങൾ എഴുതുക. പുസ്തകത്തിലല്ലാത്തൊരു ഉദാഹരണം നിങ്ങൾ എഴുതുക. പിന്നെ അത് നമുക്ക് ഇന്ന് പുതിയ പാഠത്തിലേക്ക് പോകണം. ബാബു അസ വക്കാദ എന്നുള്ള വളരെ സിമ്പിളായൊരു പാഠാട്ടോ. അസ വക്കാദ എന്നുള്ളത്, അസ കാതിൻ്റെ അർത്ഥം എന്താണ്? അടുത്തിരിക്കുന്നു എന്നൊക്കെ അർത്ഥത്തിനേക്കാണ് വരിക കേട്ടോ. ഇതിന് ചെറിയ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം. വഅസ യർഫഉൽ ഇസ്മ വയൻസിബുൽ ഖബറ മിത്ല കാന വലൈസ. അസ എന്നുള്ളത് യർഫഉൽ ഇസ്മ, അത് ഇസ്മിനിക്ക് റഫ് ചെയ്യും. വയൻസിബുൽ ഖബറ, ഖബറിനൊക്കെ അത് നെസ്ബും ചെയ്യും. അസയുടെ ശേഷം പിന്നെ എന്താ ഉണ്ടാവല്? ഇസ്മും ഖബറാണ് ഉണ്ടാവുക. മിസ്ല് കാന വലൈസ, കാനയും ലൈസയെ പോലെ. കാനയുടെ ഇറാബ് എന്താണ്? ഇസ്മിന് റഫും ഖബറിന് നെസ്ബും. ഓക്കെ. അപ്പോൾ കാനയെ ലൈസയെ പോലെ തന്നെയാണ് അസയും കാതയും ഒക്കെ. ഓക്കെ. ഇല്ല, പക്ഷേ ഒരു നിബന്ധന ഉണ്ട്. ഇല്ല അന്ന ഖബറഹു, ഈ അസയുടെ ഖബർ ആയാലല്ലാതെ എന്താവണം? ഇല്ലാ ബി അൻ മഅൽ ഫീൽ മുസ്തഖ്ബിലി, ഫീൽ മുസ്തഖ്ബിലോട് ഫീൽ മുളാരിയോടൊപ്പം അന്നിനോട് കൂടെ അല്ലാതെ ഇതാവുകയില്ല. മനസ്സിലായല്ലോ? ഇല്ല, അങ്ങനെ ഒരു നിബന്ധന. ഇല്ല അന്ന ഖബറഹു, അതിൻ്റെ ഖബർ ആയാലല്ലാതെ. അപ്പോൾ അസയുടെ ഖബർ എങ്ങനെയായിരിക്കും? ലാ യകൂനു, അത് ആവുകയില്ല. ഇല്ല ബി അൻ മഅൽ ഫീൽ മുസ്തഖ്ബിലി, ഫീൽ മുസ്തഖ്ബിലോടെ അന്നോട് കൂടെയല്ലാതെ, ഫീൽ മുസ്തഖ്ബിലിൻ്റെ കൂടെ അന്ന് വന്നിട്ടല്ലാതെ ഇതിൻ്റെ ഖബർ ഉണ്ടാവുകയില്ല. അപ്പോൾ അസയുടെ ഇസ്മ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ഖബർ എന്തായിരിക്കും? അന്നും പിന്നെ ഒരു ഫീൽ മുളാരിയും കൂടെ ഉണ്ടായിരിക്കും. തഖൂലു, നീ പറയും
അസാ സെയ്ദുൻ അൻ യഫ് അല കഥ. അസാ സെയ്ദുൻ, സെയ്ദ് അയക്കാം അടുത്തിരിക്കുന്നു എന്നർത്ഥം. അൻ യഫ് അല കഥ, ആ പ്രവർത്തനം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അസ എന്നുള്ളത് നമ്മൾ പറഞ്ഞു എന്ത്, കാനയെ പോലെ തന്നെ ഫെയില് നാക്കിസായിട്ട്. സെയ്ദുൻ എന്നുള്ളത് എന്താണ്, റഫ് ആണ്. കാരണം ഇസ്മു അസ ഫ സെയ്ദുൻ, അപ്പോൾ സെയ്ദ് എന്നുള്ളത് റഫ് ഉൻ, അത് റഫ് ചെയ്യപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇസ്മു അസ, അസയുടെ ഇസ്മുമാണത്. പിന്നെ രണ്ടാമത്തെ ഐ എഫ് അല കഥ എന്നുള്ള ഐ എഫ് അല എന്നുള്ളതോ അത് മൗദൂഹു, അതിൻ്റെ സ്ഥാനമാകുന്നത് നസ്ബുൻ, അതിൻ്റെ സ്ഥാനത്ത് എന്താണ് നസ്ബുൻ, അത് നസ്ബ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ കാനയുടെ ഖബറാണ്, അല്ല അസയുടെ ഖബറാണ് ഐ എഫ് അല എന്നുള്ളത്. അതിൻ്റെ മൗലി എന്താണ്, അവിടുത്തെ സ്ഥലം എന്താണ്, സ്ഥലത്ത് ഇറാബ് എന്താണ്, നസ്ബുൻ, നസ്ബ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അസ ഫെയില് സെയ്ദുൻ എന്നുള്ളത് അസയുടെ ഇസ്മ്, ഐ എഫ് അല എന്നുള്ളത് ഖബറു അസ. ഓക്കെ, ഖബറു അസ, അസയുടെ ഖബറുമാണ് ഐ എഫ് അല എന്നുള്ളത്. ഖാല അല്ലാഹു തആല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ. ഇതിൻ്റെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാമും തമ്മിലുള്ള ആ ബന്ധം അല്ലേ. അപ്പോൾ ആദ്യം യൂസുഫ് നബിയെ തൻ്റെ സഹോദരന്മാർ ചതിയിൽപ്പെടുത്തി അവസാനം യൂസുഫ് നബി രാജാവായി മാറുന്നു. പിന്നെ ആ രാജാവിൻ്റെ അടുത്തേക്ക് അവിടുത്തെ ഭക്ഷ്യ വിതരണ മന്ത്രിയായി മിസ്രിലെ അതിൻ്റെ ഇടയ്ക്ക് ക്ഷാമങ്ങൾ വരികയും യാക്കൂബ് നബിയുടെ ബിന്യാമിനടക്കമുള്ള സഹോദരൻ യൂസുഫ് നബിയുടെ അടുത്ത് പോവുകയും എന്നിട്ട് ബിന്യാമീനെ തന്ത്രത്തിലൂടെ യൂസുഫ് നബി അവിടെ പിടിച്ചു വെക്കുകയും അങ്ങനെ പിന്നെ യാക്കൂബ് നബിയുടെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി യൂസുഫ് നബിയുടെ കുപ്പായം കൊടുത്തയച്ച് അങ്ങനെ അവസാനം ബിന്യാമീനും ഇവർ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ, അതിന് ബിന്യാമീനും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ യാക്കൂബ് നബി തൻ്റെ മക്കളോട് പറഞ്ഞതാണ് അസാ അൻ യഅ്തിയനി ബിഹിം ജമീഅ, അല്ലാഹു എല്ലാവരെയും എൻ്റെ അടുത്ത് എത്തിച്ചു തന്നേക്കാം എന്നർത്ഥം. ഓക്കെ, എൻ്റെ അടുത്ത് അള്ളാഹു എല്ലാവരെയും എൻ്റെ അടുത്ത് എത്തിച്ചു തരുന്നതാണ് എന്ന് യാക്കൂബ് നബി തൻ്റെ മക്കളോട് പറഞ്ഞൊരു വാക്കാണ് കേട്ടോ. അസല്ലാഹു, അള്ളാഹു ആയിരിക്കുന്നു, അള്ളാഹു അടുത്തിരിക്കുന്നു, അയ്യനി കൊണ്ടുവരാൻ, എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ, ബിഹിം അവരെല്ലാവരെയും, അഥവാ യൂസുഫിനെയും ബിന്യാമിനെയും എല്ലാവരെയും, ജമിയൻ എല്ലാവരെയും എന്നർത്ഥം. അള്ളാഹു എല്ലാവരെയും എൻ്റെ അടുത്തേക്ക് എത്തിച്ചു തരുന്നതാണ് എന്ന് പറയണം. ബൽ സവ്വലത്തിലൊക്കും അംഫുസക്കും അമ്രം ഫസബ്റുൻ ജമീൽ എന്നിട്ട് യാക്കൂബ് നബി പറഞ്ഞു എന്ത്, ഇനി ക്ഷമ മാത്രമേ അവസാന പരിഹാരമുള്ളൂ. അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ ഹുവൽ അലീമുൽ ഹക്കീം എന്ന് തുടങ്ങുന്ന ആയത്തുകളാണത്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്താണ്, അസയുടെ ഇസ്മ എന്താണ്, അള്ളാഹു എന്നുള്ളത് മർഫുവായി. പിന്നെ അൻ യഅ്തിയനി എന്നുള്ള ഇവിടുത്തെ അന്നും ഫീല് മുലാരി, യഅ്തിയ എന്നുള്ള ആ ഫീല് മുലാരിയും കൂടി അതാണ് എന്ത്, അസയുടെ ഖബർ, അതിൻ്റെ സ്ഥാനം എന്താണ്, നസ്ബുമാണ്. ഓക്കെ, പിന്നെ അവിടെ ചെറിയൊരു ഫസലും കൂടി, ഫസലുൻ വകാദ, കാദ എന്നുള്ളത് ഐലൻ കാദയും, തർഫഉൽ ഇസ്മ ഇസ്മിനിക്ക് അത് റഫ് ചെയ്യും, വതൻസിബുൽ ഖബറ ഖബറിനിക്ക് അത് നസ്ബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏതുപോലെ തന്നെ നമ്മുടെ കാനയെ പോലെ തന്നെ ലൈസയെ പോലെ തന്നെ അസയെ പോലെ തന്നെ തർഫഉൽ ഇസ്മ ഇസ്മിനിക്ക് അത് റഫ് ചെയ്യും, വതൻസിബുൽ ഖബറ ഖബറിനിക്ക് അത് നസ്ബ് ചെയ്യുകയും ചെയ്യും. മിസ്ല അസ, അസയെ പോലെ തന്നെ, ഇല്ല അന്ന ഖബറഹു, അതിൻ്റെ ഖബർ ആയാലല്ലാതെ, ഇല്ല അന്ന ഖബറഹു, അതിൻ്റെ ഖബർ ആയാലല്ലാതെ, എന്ത്, ലാ യകൂനു ബിഅൻ, അന്ന് കൂടാതെ ആയാലല്ലാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അന്നുണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ ഫീല് മുദാരി ആയിരിക്കും, പിന്നെ എന്തുണ്ടാവില്ല, അന്നുണ്ടാവില്ല. അപ്പോൾ തഖൂലു, നീ പറയും കാദ സെയ്ദുൻ യഫ് അല കഥ, കാദ സെയ്ദ് അടുത്തിരിക്കുന്നു, യഫ് അല ചെയ്യാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ കാദ സെയ്ദുൻ സെയ്ദ് അടുത്തിരിക്കുന്നു, യഫ് അല ചെയ്യാൻ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് കാദയുടെ ഇസ്മാണ് സെയ്ദിൻ എന്നുള്ളത്, അത് മർഫു ആണ്. പിന്നെ യഫ് അല എന്നുള്ള ഫെയില് മുലാരിയാണ് കാദയുടെ ഖബർ. പക്ഷെ ഇവിടെ എന്തില്ല, അന്നുണ്ടാവില്ല. ഇവരാണ് മനസ്സിലാക്കേണ്ടത് അസയും കാദയും. ഇനി ഫ സെയ്ദുൻ, ഇവിടുത്തെ കാദ സെയ്ദ് എന്നത് സെയ്ദ് എന്താണ്, റഫ് ഓൻ, അത് റഫ് ചെയ്യപ്പെട്ടതാണ്. ഇസ്മു കാദ, കാദയുടെ ഇസ്മുമാണത്. ഇനി യഫ് അല എന്നുള്ളതോ, യഫ് അലു എന്നുള്ളതോ മൗദൂഹു നസ്ബുൻ, അതിൻ്റെ സ്ഥാനം എന്താണ്, മൗദൂഹു അതിൻ്റെ സ്ഥാനമാകുന്നത് നസ്ബുൻ, അതിൻ്റെ സ്ഥലമാകുന്നത്. ഓക്കെ, അതിൻ്റെ സ്ഥലമാകുന്നത് നസ്ബുൻ, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ മൗലി എന്താണ്, അവിടുത്തെ മൗലി എന്താണ്, ഇറാബിയ മൗലി നസ്ബാണ്. അതുപോലെ തന്നെ ഖബറു കാദ, കാദയുടെ ഖബറുമാണത്. വത്തഖദീറു, ഇവിടെ നമ്മൾ സങ്കല്പിക്കാൻ അവിടെ എന്താണ് സത്യത്തിലുള്ളത് എന്നർത്ഥം. വത്തഖദീറു, ഇവിടുത്തെ സങ്കല്പനമാകുന്നത് കാദ സെയ്ദുൻ ഫായിലൻ എന്നുള്ളതാണ്. സെയ്ദ് ചെയ്യാൻ അടുത്തിരിക്കുന്നു, ചെയ്യുന്നവനാകാൻ അടുത്തിരിക്കുന്നു. ഖാല അല്ലാഹു തആല, പരിശുദ്ധ ഖുർആൻ പറയുന്നു കാദു യകൂനൂന അലൈഹി ലിബദ എന്നുള്ളതാണ്.
കാതു അവർ അടുത്തിരിക്കുന്നു, യക്കൂനൂന അവർ ആവാൻ, അലൈഹി ആ കിറാഅത്തിൻ്റെ മേൽ, ലിബദൻ കൂട്ടം കൂട്ടമായി വരുന്നവർ. ലിബദ് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി വരുന്ന സംഘത്തിനേക്കാണ് ലിബദ് എന്ന് പറയുക. അപ്പോൾ കൂട്ടം കൂട്ടമായി വരുന്നവരാകാൻ അവർ അടുത്തിരിക്കുന്നു. ഇതിൻ്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറ്റി അള്ളാഹു പറഞ്ഞതാണെന്ത്, ഇന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദൂഹു കാദു യകൂനൂന അലൈഹി ലിബദ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്ത് കേട്ടിട്ട് ജിന്നുകളും മിൻസുകളും തുടങ്ങി അത് കേൾക്കാൻ കൂട്ടം കൂട്ടമായിട്ട് നബിയുടെ സദസ്സിലേക്ക് വരുമെന്ന് പറഞ്ഞ ഒരായത്താണ് കേട്ടത്. അള്ളാഹുവിൻ്റെ അടിമ, ലമ്മാക്കാം അബ്ദുള്ള എന്ന് തുടങ്ങണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു അടിമ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ട് നിന്നപ്പോൾ അവർ, പിന്നെ നമ്മൾ വിഷയതാണ് എന്ത്, കാതു അവർ അവർ അടുത്തു. എന്തിനടുത്തു? യക്കൂനൂന അവർ ആവാനടുത്തു. എന്ത്? അലൈഹി ആ നബിയുടെ മേൽ, അല്ലെങ്കിൽ ആ കിറാഅത്തിൻ്റെ മേൽ, ലിബദൻ കൂട്ടം കൂട്ടമായിട്ട് വരാൻ എന്നർത്ഥം. അവർ കൂട്ടം കൂട്ടമായിട്ട് വരാൻ അവരെ അവർ അടുത്തു. നമ്മുടെ വിഷയം എന്താണ്? കാതു എന്നുള്ള എന്ത് ഫെയില്, ആ ഫെയിലിൻ്റെ ഇസ്മ ഏതായാലും എന്താണ്? ലമീറാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഖബർ എവിടെ? യകൂനൂന എന്നുള്ള ഫീല് മുലാരിയാണ്. ഇത് ഫീല് മുലാരിയാണ് കേട്ടോ. ഫീല് മുലാരി നസ്ബിൻ്റെ സ്ഥാനത്താണ്. യകൂന എന്നുള്ളത് മർഫൂമാണ്, കാരണം വാവ് കൊണ്ടാണല്ലോ. അപ്പോൾ ഇവിടുത്തെ യകൂനൂന എന്നുള്ളത് മഹലിൽ എന്താണ്? അത് നസ്ബാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാദയും അസയും, അസ എന്നുള്ളതും കാദ എന്നുള്ളതും കാന ലൈസ അസ്ബഹ അതിനെ പോലെ തന്നെയാണ്. പക്ഷേ അതിന് പ്രത്യേകത ഉള്ളത് ഇതിൻ്റെ ഖബർ എന്തായിരിക്കും? ഫീലുകളായിരിക്കും. ഖബർ ഫീലുകളായിരിക്കും. ഇസ്മ് പിന്നെ ഇസ്മുകൾ തന്നെ. ഓക്കെ. കാദ അസയുടെയൊക്കെ ഇസ്മുകൾ തന്നെ. ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുബത്തത മാറിയിട്ട് ഇസ്മായത്, അത് ഒരു ഇസ്മ തന്നെയായിരിക്കും. എന്നാൽ കാദയുടെയും അസയുടെയും ഖബർ ഫെയിലായിരിക്കും. പിന്നെ അതിന് കൂടെ മനസ്സിലാക്കേണ്ടത് കാദയുടെ കൂടെ എന്ത് വരികയില്ല? കാദയുടെ ഖബറിലെ ഫീലിൻ്റെ കൂടെ അന്ന് വരികയില്ല. അസയുടെ ഖബറിൽ ആ ഖബർ ഫീലായി വന്നാൽ അതിൻ്റെ കൂടെ അന്ന് വരും എന്നുള്ളത് മാത്രമാണ് ഇത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ പ്രധാന പോയിന്റ് മനസ്സിലായല്ലോ. അസ കാദ എന്നുള്ളത് കാനയും ലൈസയും പോലെ തന്നെയാണ്. ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യും. പിന്നെ ഇതിൽ പ്രത്യേകത ഉള്ളത് ഇതിൻ്റെ ഖബർ എന്തായിരിക്കും? ഫെയിലായിരിക്കും. പിന്നെ ആ ഖബറിൽ ഫെയിലിൻ്റെ കൂടെ അന്ന് വരും. അസയാണെങ്കിൽ ആ ഫെയിലിൻ്റെ കൂടെ അന്ന് വരും. അതല്ല കാദയുടെ കൂടെ അന്ന് വരികയില്ല. കാദയുടെ ഖബറായി വരുമ്പോൾ അതിന് അന്ന് വരികയുമില്ല എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇറാബ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഹാദ ബാബു അസാവ കാദ എന്നുള്ള, ഹാദ എന്നൊരു കളയപ്പെട്ട മുത്തയുടെ ഖബറാണ് ബാബു അസാവ കാദ എന്നുള്ളത്. അസ എന്നുള്ള മുലാഫിലേക്ക് കാദ അതിലേക്ക് അത്തുപ്പായിട്ട് അസ എന്നുള്ള മുബത്തത്, അതിൻ്റെ ഖബർ ഇർഫൗ ഇസ്മ മൻസുബുൽ ഖബറ എന്നുള്ള ജുംലയാണ്. ഇർഫൗ എന്നുള്ളത് ഫീല് മുലാരി ലമീർ ഇസ്മ എന്നുള്ളത് മഫൂല്, എൻസിബു എന്നുള്ള അത്തഫ് ഫീല് മുലാരി, അൽ ഖബറ എന്നുള്ളത് മഫൂല്, മിത്ല എന്നുള്ളത് തഷ്ബീൻ്റെ ഇതിനു വേണ്ടി വന്നാണ്. മിത്ല ക പോലെ തന്നെ എന്നർത്ഥം കേട്ടോ. അപ്പോൾ ഇസ്മ കാന എന്നുള്ളത് മുലാഫിലേഹി ലൈസ എന്നുള്ള അത്തഫ്, ഇല്ല അർഫ് ഇസ്തിസ്നായ്, അന്ന അർഫ് തൗക്കീദ്, ഖബറോ അന്നൻ്റെ ഇസ്മ, ഹു മുലാഫിലേഹി ആ അന്നൻ്റെ ഇസ്മിൻ്റെ ഖബർ ലാ യകൂനു ഇല്ലാ ബിഅൻ മഅൽ ഫീൽ മുസ്തഖ്ബിൽ എന്നുള്ള ജുംലയാണ്. പിന്നെ ഇവിടുത്തെ ഇല്ല എന്നുള്ള ഇസ്തിസ്നായിൻ്റെ മുസ്തസ്ന എന്താണ്? അന്ന ഖബറു ലാ യകൂനു ഇല്ലാ ബി എന്നുള്ള ജുംലയിൽ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ലാ യകൂനു ലാ നഫി, യകൂനു ഫീൽ മുലാരി, അതുപോലെ തന്നെ നാഖിസ്, അതാവുകയില്ല ഇല്ലാ ബി അന്നെ കൊണ്ടല്ലാതെ. അപ്പോൾ ലമീർ ഇസ്മ അതിൻ്റെ ഖബറാണ് എന്ത്? ഇല്ലാ ബി അൻ മഅൽ ഫീൽ മുസ്തഖ്ബിൽ എന്നുള്ളത്. പിന്നെ ഇവിടെ ഇല്ലാ ബി എന്നുള്ളത് മില്ലയും ഇസ്തിസ്ന ആണ്. ബി അൻ മഅൽ ഫീൽ മുസ്തഖ്ബിൽ എന്നുള്ളത് മുസ്തസ്ന. പിന്നെ ബി അൻ എന്നുള്ള ജാർ മജ്റൂർ, അന്നിനെ കൊണ്ടല്ലാതെ എന്നാണ്. അപ്പോൾ ജാർ മജ്റൂറായിട്ട് മഅ എന്നുള്ളത് ലർഫായിട്ട്, ഫെയിൽ എന്നുള്ളത് മുലാഫിലേഹി, അൽ ഫെയിൽ അൽ മുസ്തഖ്ബിൽ എന്നുള്ള സിഫത്ത്, തഖൂൽ എന്നുള്ളത് ഫെയിൽ ലമീർ ഫായിൽ, പിന്നെ ആ ഖാലിൻ്റെ മഖൂല്, അസ സെയ്ദുൻ അൻ യഫല കഥ എന്നുള്ളതാണ്. അസ എന്നുള്ള ഫീല്, സെയ്ദ് എന്നുള്ള അസയുടെ ഇസ്മ, അൻ യഫല എന്നുള്ളത് അസയുടെ ഖബറായിട്ട്. ഓക്കെ. പിന്നെ സെയ്ദുൻ എന്നുള്ള മുബത്ത അതിൻ്റെ ഖബറാണ് റഫുൻ എന്നുള്ളത്. പിന്നെ ഇസ്മു അസ എന്നുള്ളത് ഖബറും ബാദ ഖബറായിട്ട്. പിന്നെ അൻ യഫല എന്നുള്ള മുബത്തത ആ ലഫ്ലാണ് അവിടെ മുറാദ് കേട്ടോ. അതിൻ്റെ ഖബർ മൗലിയൂഹു നസ്ബിൻ എന്നുള്ളതാണ് അൻ യഫല എന്നുള്ള മുബത്തയുടെ ഖബർ. പിന്നെ മൗലിയൂഹു എന്നുള്ളത് മറ്റൊരു മുബത്തയാണ്, ഹു മുലാഫിലൈഹി, അതിൻ്റെ ഖബർ നസ്ബിൻ എന്നുള്ളത്. അൻ യഫല എന്നുള്ള മുബത്ത അതിൻ്റെ ഖബറ മൗലിയൂഹു നസ്ബിൻ എന്നുള്ള ജുംലയും. പിന്നെ ഖബറു അസ എന്നുള്ളത് ഖബറും ബാദ ഖബർ. ഓക്കെ. പിന്നെ കാല ഫീൽ അല്ലാഹു ഫായിൽ തആല ഹാലെ, അസ എന്നുള്ള ഫീൽ അല്ലാഹു ഫായിൽ, അൻ യഅതിയനി എന്നുള്ളത് അസയുടെ ഖബർ. ഓക്കെ. അൻ യഅതിയനി എന്നുള്ളത് ഖബർ, അള്ളാഹു എന്നുള്ളത് അസയുടെ ഇസ്മ എന്താണ്? അസയുടെ ഇസ്മ മർഫു, അൻ യഅതിയനി എന്നുള്ളത് അസയുടെ ഖബർ മൻസൂബായിട്ട്.
പിന്നെ ബിഹിം ജാർ മജറൂർ താലിലേക്ക് ഏത്തി എന്നുള്ള ജമിയ എന്നുള്ളത് അതിൻ്റെ ഹാലായിട്ട് കേട്ടോ. ഫസ്ൽ എന്നുള്ളത് കളയപ്പെട്ടൊരു മുത്തയുടെ ഖബർ ഹാദാ ഫസ്ൽ എന്നല്ല. കാദ എന്നുള്ള മുത്തത അയലൻ എന്നുള്ളത് മഫൂൽ മുത്തലക്ക്. ആ കാദ എന്നുള്ള മുത്തയുടെ ഖബർ തർഫുൽ ഇസ്മ തൻസിബുൽ ഖബറ എന്നുള്ളതാണ്. തർഫു എന്നുള്ളത് ഫീല് മുലാരി ലമീർ ഫായില്, അൽ ഇസ്മ എന്നുള്ളത് മഫൂല്, തൻസിബു എന്നുള്ളത് അത്തുഫായിട്ട് ഫീല് മുലാരി ലമീർ ഫായിൽ, അൽ ഖബറ എന്നുള്ളത് മഫൂലും. ഓക്കെ. മിസ്ലു എന്നുള്ളത് തഷ്ബീഹിൻ്റെ ഇസ്മായിട്ട് വന്നത്. അസ എന്നുള്ളത് മുലാഫിലൈഹി. ഇല്ല എന്നുള്ള അർഫു ഇസ്തിസ്നായ്. അന്ന ഖബറഹു ലാ യകൂനു ഇല്ലാ ബി എന്നുള്ളത് ഇല്ല എന്നുള്ളതിൻ്റെ മുസ്തസ്നായിട്ട്. പിന്നെ അന്ന എന്നുള്ളത് അർഫ് തൗക്കീദ്, അതിൻ്റെ ഇസ്മ ഖബറഹു എന്നുള്ളത്. അതിൻ്റെ ആ അന്ന എന്ന ഇസ്മിൻ്റെ ഖബർ അന്നയുടെ ഖബർ ലാ യകൂനു ഇല്ലാ ബി എന്നുള്ളതാണ്. പിന്നെ ലാ എന്നുള്ളത് നഫി. അതുപോലെ തന്നെ ലാ യകൂനു എന്നുള്ളത് ഫെയില് മുലാരി നാഖിസ് ലമീർ ഇസ്മ ബി അൻ എന്നുള്ള ജാർ മജ്റൂർ കാനയുടെ ഖബറായിട്ട് കേട്ടോ. പിന്നെ തഖൂൽ എന്നുള്ളത് ഫെയില് ലമീർ ഫായില്, കാലയുടെ മഖൂല് കാദ് സൈദുൻ യഫ് അല കഥ എന്നുള്ളത്. കാദ എന്നുള്ളത് ഫെയില്, സൈദുൻ എന്നുള്ളത് കാദയുടെ ഇസ്മ, യഫ് അല എന്നുള്ളത് കാദയുടെ ഖബറായിട്ട്. ഇപ്പോൾ സൈദുൻ എന്നുള്ള മുബത്തത അതിൻ്റെ ഖബർ റഫ്വൻ എന്നുള്ളത്, ഇസ്മ കാദ എന്നുള്ള ഖബറും ബാദ ഖബർ അല്ലെങ്കിൽ ബദലായിട്ട്. പിന്നെ വൈ എഫ് അലു എന്നുള്ളതോ അത് മുബത്തതിൻ്റെ ഖബർ മൗദിയൂഹു നസ്ബുൻ എന്നുള്ള ജുംലയാണ്. എഫ് അലു എന്നുള്ള മുബത്തയുടെ ഖബർ. പിന്നെ മൗദിയൂഹു എന്നുള്ളത് മുബത്തതയാണ്, ഹു മുലാഫിലേഹിയാണ് നസ്ബുൻ എന്നുള്ളത് അതിൻ്റെ ഖബറായിട്ട്. പിന്നെ ഖബർ കാദ എന്നുള്ള ഖബറും ബാദ ഖബർ കാദ എന്നുള്ള മുലാഫിലെ. വത്തഖദീർ എന്നുള്ള മുബത്തദ ആ മുബത്തയുടെ ഖബർ കാദ സൈദുൻ ഫായിലൻ എന്നുള്ളത്. കാദ എന്നുള്ളത് ഫീൽ മാദി നാക്കിസ് സൈദുൻ എന്നുള്ള കാദയുടെ ഇസ്മ, ഫായിൽ എന്നുള്ളത് കാദയുടെ ഖബർ. കാല ഫീൽ അള്ളാഹു ഫായിൽ താല ഹാല്. കാദു എന്നുള്ളതോ കാദു എന്നുള്ളത് ഫീല് മാദി നാക്കിസ് വമീർ കാദൻ്റെ ഇസ്മ. ഓക്കെ. അതിൻ്റെ ഖബർ യകൂനൂന എന്നുള്ളത് കാദു എന്നതിൻ്റെ ഖബറാണ് യകൂനൂന എന്നുള്ളത് കേട്ടോ. അലൈഹി ജാർ മജ്റൂർ ലിബദ് എന്നുള്ളത് ഹാലായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ് അസ കാദ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിൽ അസയുടെയും കാദയുടെയും ഇറാബ് വരിക കാന അസ്ബ ലൈസ പോലെയാണ്. ഇസ്മ ഖബർ, ഇസ്മിനിക്ക് റഫ്, ഖബറിനിക്ക് നസ്ബ് എന്നാണ് വരിക. പിന്നെ അസയുടെയും കാദയുടെയും പ്രത്യേകത അതിൻ്റെ ഖബർ എന്തായിരിക്കും? ഫീലായിരിക്കും. അതിൽ അസയുടെ കൂടെയാണ് അസയുടെ ഖബറിൻ്റെ കൂടെയാണ് അന്ന് വരിക എന്നുകൂടി മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കുക. അസ്സലാമു അലൈക്കും.